Hello friends, welcome to our YouTube channel Ennilea Veettamma by Athira. ഞാൻ രാവിലെ എണീറ്റിങ്ങനെ ഉമ്മർത്ത് വന്നിരിക്കുക കേട്ടോ. നേരിയൊരു മഞ്ഞുണ്ട്. ഇവിടെ നേരം വെളുത്ത് കഴിഞ്ഞ് ഇങ്ങനെ കേട്ടോ ഒരുപാട് കിളികളുടെ സൗണ്ട് കേൾക്കാം. മരം കൊത്തിയും വാലാട്ടിക്കിളിയും കുരുവികളും അണ്ണാനും കാക്കയും കൂലും ചെമ്പോത്തും ഇവരുടെയൊക്കെ സംഭാഷണമായിട്ടോ നിങ്ങൾ കേൾക്കുന്നത്. ആ കാണുന്ന ലൈൻ കമ്പിയിൽ ഇരിക്കുന്നത് 3 വാലാട്ടിക്കിളികളാട്ടോ. കാഴ്ചയിൽ കാക്കനെ പോലാണെങ്കിലും അവയുടെ വാലിൻ്റെ 2 അറ്റവും നീണ്ടിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവയെ വാലാട്ടിക്കിളി എന്ന് വിളിക്കുന്നത്. വാലിൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും. നീക്കുട്ടിക്ക് ഞാൻ ഈ കിളികളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അവിടെ പേരും അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. നീക്കുട്ടിക്ക് ഇവയെ കാണുന്നൊക്കെ ഒത്തിരി ഇഷ്ടാട്ടോ. ഞാനും ഇപ്പോഴാണ് കേട്ടോ ഇവയൊക്കെ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പണ്ടൊന്നും ഇത്രയധികം കിളികളൊക്കെ നമ്മുടെ വീട്ടിന് ചുറ്റും ഉണ്ടോയെന്ന് പോലും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ ചുറ്റുപാടിനൊക്കെ കൂടുതലായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങിയത്. പണ്ടും നമ്മുടെ ചുറ്റിലും ഇതൊക്കെ ഉണ്ടാവാം, പക്ഷെ അന്നൊന്നും ഇത് ആസ്വദിക്കാനുള്ള ഒരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പ്രകൃതിയെ നിരീക്ഷിക്കാനും പ്രകൃതിയെ കൂടുതലായി സ്നേഹിക്കാനും തുടങ്ങിയത്. പ്രത്യേകിച്ചും രാവിലത്തെ പ്രകൃതിയുടെ സൗന്ദര്യം നമ്മെ കൂടുതൽ ഉന്മേഷവാനാക്കുന്നു. പ്രകൃതിയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സൂര്യകിരണങ്ങൾ പതുക്കെ ഇലകളിൽ തട്ടി തെന്നിത്തെറിച്ച് പ്രകൃതിയിലേക്ക് ഇളംവെയിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് എൻ്റെ ഇന്നത്തെ ദിവസം ഇവിടെ ആരംഭിക്കുന്നു. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ഹോർലിക്സ് കുടിച്ചു. രാവിലെ കഴിക്കാനായിട്ട് വെള്ളപ്പമായിരുന്നു അമ്മ ഉണ്ടാക്കിയിരുന്നത്. വെള്ളപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചെറുപയറിൻ്റെ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വെള്ളപ്പം ചെറുപയറും കൂട്ടി കഴിച്ചു. ഇത് അമ്മയുടെ പച്ചക്കറി കൃഷി കേട്ടോ. ഇന്ന് നല്ല കാറ്റുള്ള ദിവസമായിരുന്നു. ഈ വീഡിയോൻ്റെ മുന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീണിട്ട് എൻ്റെ വലത്തെ കൈയിൻ്റെ ഷോൾഡറിൻ്റെ എല്ലിനൊരു പൊട്ടുണ്ടായിരുന്നു. വീണിട്ട് 2 ആഴ്ചത്തോളം നല്ല വേദനയായിരുന്നു. രാത്രി ഒന്നും കിടക്കാനേ പറ്റില്ല. ഒന്നിങ്ങോട്ട് ഉറക്കം വന്നാൽ തന്നെ പെട്ടെന്ന് വേദന വന്നിട്ട് എണീറ്റിരുന്ന് നേരം വെളുപ്പിക്കലായിരുന്നു കേട്ടോ പണി. അത്രയ്ക്കും വേദന ആയിരുന്നു ആ സമയത്ത്. ഈ വീഡിയോ എടുക്കുന്ന സമയമായപ്പോഴേക്കും പതിയെ നമ്മുടെ വേദനയൊക്കെ കുറഞ്ഞിരുന്നു. കയ്യിൽ ബെൽറ്റ് ഇട്ടിരുന്നു. ആ ബെൽറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ കയ്യിന് എക്സസൈസ് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. 2 ആഴ്ച കൂടുമ്പോഴാണ് ഡോക്ടറെ കാണിച്ചിരുന്നത്. ഓരോ തവണ പോകുമ്പോഴും ഡോക്ടർ ഇത്ര ഹൈറ്റ് വരെ കാണിച്ചു തരും. അതിനനുസരിച്ച് കൈ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു തരുമായിരുന്നു. എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ നല്ല വേദന ആയിരുന്നു. കൈ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലാത്ത ടൈമിൽ വേദന കുറവായിരുന്നു. വേദന ഉണ്ടാകുമെന്നും കൈ ഇളക്കാതിരുന്നാൽ ആണ് പ്രശ്നമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ബെൽറ്റ് ഊരി വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഇതിനു മുന്നേ അമ്മയും അനിയത്തിയും ആയിരുന്നു കേട്ടോ ഭക്ഷണം വാരി തന്നിരുന്നത്. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഫാമിലിക്ക്. വയ്യാതിരിക്കുന്ന സമയത്ത് അവർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. മോളെ നോക്കാനാണെങ്കിലും. ഒരു പക്ഷെ നമ്മൾ വയ്യാതിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒപ്പമുള്ളവരുടെ സ്നേഹവും കരുതലും എല്ലാം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നതും. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലെങ്കിലും എൻ്റെ കൈയിനെ ചലിപ്പിക്കാൻ സാധിച്ചുകൊണ്ടിരിക്കണേ എന്ന്. പെട്ടെന്നൊന്നും കൈ ശരിയാവില്ല. പതിയെ പതിയെ കൈ പൂർണ്ണസ്ഥിതിയിലേക്ക് വരികയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. കൈകൊണ്ട് വെയിറ്റുള്ള ഒരു സാധനം എടുക്കരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. എക്സസൈസ് ചെയ്യുമ്പോൾ പോലും ഇടത് കൈയിൻ്റെയും ബെൽറ്റിൻ്റെയും സപ്പോർട്ടോട് കൂടി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. വൈകുന്നേരം അമ്മ പണി കഴിഞ്ഞ് വരുമ്പം കുറേ അധികം പച്ചക്കറി തൈകളായിട്ടാട്ടോ വന്നത്. ഇത് അമ്മയ്ക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ചതാണ്. ഇത് കൃഷിഭവനിൽ നിന്നും അമ്മയുടെ കുടുംബശ്രീക്ക് കിട്ടിയ പച്ചക്കറി തൈകളാണ്. പയർ, വഴുതന, തക്കാളി, പച്ചമുളക് എന്നീ തൈകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനി
അമ്മയുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് ആവശ്യാനുസരണം വിതരണം ചെയ്യും. പച്ചക്കറി തൈകൾ ആവശ്യമുള്ളവർ വന്ന് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകും. നിഹക്കുട്ടി ഇതേ ടെറസിലിരുന്ന് കളിക്കുകയാണ്. പിന്നെ അമ്മയുടെ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. അതുപോലെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള തൈകൾ വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കുകയായിരുന്നു. നിഹക്കുട്ടി ഇതേ ആകാശത്തിൻ്റെ കളർ വ്യത്യാസം കാണിച്ചു തരുമോ എനിക്ക്. സന്ധ്യ ആയി തുടങ്ങിയിട്ടോ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓറഞ്ചും മഞ്ഞയും കലർന്ന ഷെയ്ഡായിരുന്നു കേട്ടോ ആകാശത്തിന്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ നോക്കി നിൽക്കാൻ. അപ്പം നിഹക്കുട്ടി അതിങ്ങനെ നോക്കി നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഏട്ടനും കൂടി വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്, നിഹക്കുട്ടീനെ എന്നെയും കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നിഹക്കുട്ടീനെ അവർക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അധികം സമയം അമ്മയ്ക്ക് അവിടെ പണിയെടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഇരുട്ടായി. രാത്രിയാണല്ലോ അവർ വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. നെയ്ച്ചോറിനൊപ്പം കഴിക്കാനായിട്ട് അമ്മയുടെ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അവർ വരുമ്പോഴേക്കും പണികൾ തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ ഓരോ പണികൾ ചെയ്യുമായിരുന്നു കേട്ടോ. എന്നാൽ എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാമല്ലോ. അങ്ങനെ അനിയത്തി ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെത്തിയത്. അമ്മ വേഗം അവർക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നീട് ഏട്ടൻ്റെ കലാപരിപാടികളായിരുന്നു. പപ്പടക്കൊള്ളിൽ ചിക്കൻ കോർത്തിട്ട് ചിക്കൻ ടിക്ക എന്ന് പറഞ്ഞിട്ട് അത് കണലിൽ ചുട്ടെടുക്കുകയായിരുന്നു. ആ ചിക്കൻ ഏട്ടൻ തന്നെ കേട്ടോ കഴിച്ചത്. ഏട്ടന് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. ഏട്ടൻ പണി കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. കുട്ടിക്ക് അവരെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. ഏട്ടന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ള എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഏട്ടൻ നൈറ്റ് ഫ്രണ്ട്സിനോടൊപ്പം ഇടുക്കിയിലേക്ക് വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഒരു 9:30 ആയപ്പോൾ അവർ പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്